ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടും. ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. എല്ലാവരും ചേർന്ന് ആമേൻ ആമേൻ. നിറച്ചവനെ യെസ് ആമേൻ. പഠിക്കേ യെസ് അഗ്നിജ്വാല പോൽ പറന്നിറങ്ങിവ കൊടുങ്കാറ്റുപോലെ വീശിയെന്നിവ. അഗ്നിജ്വാല പോലെ മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. ഓ പരിശുദ്ധാത്മാവേ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. ആമേൻ. പെയ്തിറങ്ങിവ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കുന്നു. ദൈവിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവകൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. കർത്താവേ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ചിന്തകളെ, വികാര വിചാരങ്ങളെ, ആത്മാവിനെ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. ഒരു പുതിയ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഓ ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 ഞങ്ങൾ ഓരോരുത്തരെയും ഭരിക്കണമേ. ഇത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല, മറിച്ച് എൻ്റെ പ്രിയരെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ ആരും സഹായിക്കാനില്ല എന്നോർത്ത് വിഷമിക്കുമ്പോൾ, നെടുവീർപ്പിടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നിന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്ന അമൂല്യ നിധിയാണ്. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണം. കർത്താവെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. വലതുകരമുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനമൊന്ന് ഒച്ചത്തിലൊന്ന് ഏറ്റുപറഞ്ഞേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പിടിക്കാൻ സർവശക്തനായ ദൈവം ഉണ്ട്. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ അൾത്താരയിൽ നിന്ന് പറയുമ്പോൾ അത്രമേൽ നമുക്ക് വിശ്വാസവും ബോധ്യവുമുണ്ട് ഈ പറഞ്ഞ വചനത്തിൽ. എത്ര വലിയ ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിലും കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കണ്ടോ, മറ്റൊരു സഹായകൻ നമ്മളെ സഹായിക്കാൻ സ്വർഗം നമുക്കൊരു സഹായകനെ സമ്മാനിക്കുമെന്ന്. അതിനാൽ
വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ അവബോധം സ്വീകരിക്കണം. ഈ ഭൂമിയിൽ ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയൊക്കെ വരുമ്പോൾ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാനല്ല, മറിച്ച് എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല, ആ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ഞാൻ വീണു പോവുകയില്ല എന്ന് വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു അവബോധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ വചനങ്ങളൊക്കെ ഇത് വെറുതെ ചില വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നതല്ല. ചില വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് അത് അതിൽ തന്നെ അവസാനിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ ഈ വചനങ്ങൾ സംഭവിക്കപ്പെട്ടതാണ്. റിയൽ ലൈഫിൽ സംഭവിക്കപ്പെട്ടതാണ്, ഇന്നും സംഭവിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും അനേകം പേര് ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോൾ പറയുന്ന സാക്ഷ്യങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവം ഈ വിഷയങ്ങളിൽ നമ്മളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും, അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൽറോയ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ചു കണ്ടു. പ്രൈസ് ദി ലോർഡ്. വാക്കെന്താണ്? എൽറോയ്. എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം വ്യക്തമായി നീ ഓർത്തുകൊള്ളണം, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ കൃത്യമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യു ആർ ദ ഗോഡ് ഹു സീസ് മീ. ദൈവമേ, അങ്ങ് എന്നെ കാണുന്നു. ദൈവമേ, അങ്ങ് എന്നെ കാണുന്നു. അതുകൊണ്ടാണ് ഹാഗാർ പറഞ്ഞത്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്നെ കാണുന്നു. ഇത് വലിയ ഒരു തിരിച്ചറിവാണ്. പലരുടെ ഒരു സങ്കടം എന്താണ്? അയ്യോ, ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല. ആർക്ക് മനസ്സിലാവും? ദൈവത്തിന് മനസ്സിലാവും. അയ്യോ, എൻ്റെ ഈ ഞെരുക്കം ഒറ്റ മനുഷ്യനും എന്നെ ആശ്വസിപ്പിക്കാനില്ല. ആരാശ്വസിപ്പിക്കാനുണ്ടാവും? ദൈവം. ഇത് പരിപൂർണമായിട്ട് നീ അങ്ങ് ചങ്കിനുള്ളിൽ അങ്ങോട്ട് ഏറ്റുപിടിച്ചോണം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ലാന്ന് തോന്നും, പക്ഷേ നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്റെ ജീവിതത്തിൽ നിന്നെ കരം പിടിച്ച് നടത്താൻ സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞ് ആമേൻ, 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 ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല, ആരും എന്നെ തിരിച്ചറിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ വിഷമത്തിലാണ്. എന്നാൽ നീ ഈ സമയത്ത് മനസ്സിൽ ഹാഗാറിനെ കാണണം. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ ഹാഗാർ, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയ ഹാഗാർ, ഈ ഹാഗാറിനെ ദൈവം കണ്ടു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടു എന്ന് പറഞ്ഞ് അവൾ ആ സ്ഥലത്തിന് എൽറോയ് എന്ന പേരിട്ടു. ഈ സമയത്ത് വിശ്വസിക്കുന്നു, കർത്താവേ, എന്നെ കാണുന്നവനായ അങ്ങേ ഞാനും കാണുന്നു. ഈ ദുരിതത്തിനിടയിൽ, എൻ്റെ ഞെരുക്കത്തിനിടയിൽ
എൻ്റെ വീട്ടിൽ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ സങ്കടപ്പെടുന്നതിനിടയിൽ കർത്താവെ, അങ്ങേ ഞാൻ തിരിച്ചറിയുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തുക. പരിശുദ്ധ ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ആരാധന സമയത്ത് നമ്മൾ പറഞ്ഞ വചനം മുഴുവൻ, നമ്മൾ കണ്ട വ്യക്തികൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുത കൃപയായി മാറപ്പെടുന്ന സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചോണം, മറ്റൊന്നും ചിന്തിക്കേണ്ട. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവെ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് ആരാധനയുടെ ഗീതം നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വചനത്താൽ ബലപ്പെടുത്തിക്കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു പക്ഷേ ഹാഗാറിനെ പോലെ മരുഭൂമിയിൽ നീ വിഷമിക്കുകയാണോ? ആരും എന്നെ തിരിഞ്ഞു നോക്കാനില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞവരൊന്നും എൻ്റെ കൂടെയില്ല, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, എന്നെ ഒറ്റപ്പെടുത്തി, ഇപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയായി എന്നൊരു സങ്കടം നിന്റെ ഉള്ളിലുണ്ടോ? ഹാഗാറിനെ പോലെ നീറുന്നൊരു മനസ്സ് നിന്റെ ഉള്ളിലുണ്ടോ? എങ്കിൽ ഈ മരുഭൂമിയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. നീ ആയിരിക്കുന്ന അവസ്ഥയെ നിന്റെ ദൈവം കാണുകയാണ്. എൽറോയ്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വചനം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് അധികാരം കയ്യിലുള്ളപ്പോൾ, പണം കയ്യിലുള്ളപ്പോൾ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, കൈയടിക്കാനും കൂടെ ചിരിക്കാനും വർത്തമാനം പറയാനും ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കയ്യിൽ നിന്നെല്ലാം ചോർന്നു പോയപ്പോൾ, ഒരു അപകടമുണ്ടായപ്പോൾ, ഒരു അപമാനമുണ്ടായപ്പോൾ ആരും കൂടെയില്ല. ഇത് ഈ ലോകം അങ്ങനെയാണ്. 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ ഹാഗാറിനെ പോലെ മരുഭൂമിയുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട പല പല അനുഭവങ്ങളുമുണ്ട്. ഇപ്പോൾ നീ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണോ? നിന്റെ ദൈവം നിന്നോട് പറയുന്നു, നീ ആയിരിക്കുന്ന അവസ്ഥ ഞാൻ കാണുന്നു, നീ കടന്നു പോകുന്ന അവസ്ഥ നിന്റെ ദൈവം കാണുന്നു. ഈ പരിശുദ്ധ അൾത്താര നിന്നെ പഠിപ്പിക്കുന്നു, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ അങ്ങ് ദൂരങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരോടാണ് കർത്താവ് പറയുന്നത്, നീ ആ താമസിക്കുന്ന മുറിക്കകത്ത് നീ വല്ലാണ്ട് വിഷമിക്കുന്നല്ലോ, ആർക്കെന്നെ മനസ്സിലാകുമെന്നല്ലേ നീ ചിന്തിക്കുന്നത്? എൻ്റെ ഈ കഷ്ടപ്പാടുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നല്ലേ നീ വിഷമിക്കുന്നത്? എന്നാൽ നിന്റെ കഷ്ടപ്പാട് ദൈവം കാണുന്നു, നിന്റെ കഷ്ടപ്പാട് ദൈവം കാണുന്നു, നിന്റെ കഠിനാധ്വാനം ദൈവം കാണുന്നു. ഒരുപക്ഷെ വല്ലാണ്ട് ഒത്തിരി അധ്വാനിച്ചിട്ടും വീട്ടിലെ കടം വീട്ടിൽ തീർക്കാൻ പറ്റുന്നില്ല, ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടെന്നറിയാതെ വിഷമിക്കുന്നുണ്ടാവും. നിന്റെ അവസ്ഥ കർത്താവ് കാണുന്നു, നിന്റെ അവസ്ഥ കർത്താവ് കാണുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുകയാണ്, നിന്നിൽ അത്ഭുതകരമായ ദൈവകൃപ ചൊരിയുകയാണ്. കർത്താവ് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവെ അത്ഭുതകരമായി നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.